നമുക്ക് നല്ലൊരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വറുത്ത് പൊടിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. പെരിഞ്ജീരകം, ജീരകം, ഉലുവ, കുരുമുളക്, ഗ്രാമ്പു, പട്ട, വറ്റൽമുളക് ഇതൊക്കെ നമുക്ക് വറുത്ത് പൊടിക്കാം. ആദ്യം നമുക്ക് ചുവന്ന മുളക് വറുത്തെടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ സ്പൈസസും നമുക്ക് വറുത്തെടുക്കാം. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. 2 സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ നമ്മൾ ശരിക്കും ഉണക്കമല്ലിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളെ കയ്യിൽ ഉണക്കമല്ലി ഇല്ല, അതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. കുറച്ച് തരി ഉണ്ടെങ്കിലൊന്നും ഒരുപാട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ വല്ലാതെ തരിയില്ലാതെ നോക്കുക. അതേ ജാറിൽ തന്നെ നമുക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സായി ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മളെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേലെ കൂടെ ഇനി മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള, ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്ത ഒരു ചിക്കൻ കറിയാണ്. അത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും അതേപോലെ ഏത് പലഹാരത്തിൻ്റെ കൂടെയും ഇത് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഹാപ്പി കുക്കിംഗ്.